കണ്ണൂർ പുഷ്പോത്സവത്തിന് ഇനി ഒരു ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി ഒരുക്കുന്ന പുഷ്പോത്സവം 16 മുതൽ 27 വരെയാണ് പോലീസ് മൈതാനിയിൽ നടക്കുക. വൈവിധ്യം കൊണ്ട് വിസ്മയം തീർക്കുന്നതാവും ഇത്തവണത്തെ പുഷ്പോത്സവമെന്ന് സെക്രട്ടറി പി രത്നാകരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൂക്കളുടെ വസന്തമൊരുക്കാൻ കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി ഒരുങ്ങിക്കഴിഞ്ഞു. കണ്ണൂരിന് ഇനി 12 നാൾ പുഷ്പോത്സവത്തിൻ്റെതാണ്. 16 മുതൽ 27 വരെ കണ്ണൂർ പോലീസ് മൈതാനിയിലാണ് പുഷ്പോത്സവം നടക്കുക. ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി സെക്രട്ടറി പി രത്നാകരൻ പറഞ്ഞു. കൃഷിയെയും ചെടികളെയും പൂക്കളെയും പ്രകൃതിയെയും സംബന്ധിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പതിറ്റാണ്ടുകളായി അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി കണ്ണൂരിൽ പുഷ്പോത്സവം ഒരുക്കുന്നതെന്നും രത്നാകരൻ പറഞ്ഞു. അഗ്രി മേഖലയിലും ഹോർട്ടി മേഖലയിലും കാർഷിക മേഖലയിലും അതോടൊപ്പം പുഷ്പ മേഖലയിലുമായിട്ട് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരെ പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്കുള്ളൊരു മോട്ടിവേഷൻ എന്ന രൂപത്തിലാണ് നമ്മൾ എല്ലാ പരിപാടികളും നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഏതാണ്ട് 12,000-ഓളം ചതുരശ്ര അടിയിൽ നമ്മൾ നേരിട്ട് ചെയ്യുന്ന ഗാർഡനാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ടാണ് ചെടികൾ എത്തിച്ചേരുന്നത്. ഈ കാർഷിക മേഖലയിലും പച്ചക്കറി പുഷ്പ മേഖലയിലും ഉള്ള ആളുകളെ, പ്രത്യേകിച്ച് പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 1-2 കാര്യം ചെയ്തിട്ടുള്ളത് സ്കൂൾ പച്ചക്കറി തോട്ടത്തിൻ്റെയും സ്കൂൾ പൂന്തോട്ടത്തിൻ്റെയും മത്സരമാണ്. പുതിയ തലമുറക്ക് ഈ കൃഷിയിൽ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പോലും താല്പര്യത്തോടെ കാർഷിക മേഖല ഇടപെടുന്ന ഒരുപാട് കുട്ടികൾ കണ്ടെത്താൻ സാധിക്കും. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ പുഷ്പോത്സവങ്ങളിൽ ഒന്നാണ് കണ്ണൂർ പുഷ്പോത്സവം. 2 ലക്ഷത്തിലധികം കാണികൾ എത്തുമെന്ന പ്രത്യേകതയും കണ്ണൂർ പുഷ്പോത്സവത്തിനുണ്ട്. 12,000 ചതുരശ്ര അടിയിൽ പരന്നുകിടക്കുന്ന പുഷ്പങ്ങളും അലങ്കാര ചെടികളും ബോൺസായിയും എല്ലാം കുളിരേകുന്ന കാഴ്ചകളാകുമെന്ന് ജോയിന്റ് സെക്രട്ടറി MK മൃദുൽ. സീസണൽ പ്ലാന്റ്സ് ആയിട്ടും ഫോളേജ് ഇലച്ചെടികളായിട്ടും എല്ലാ വെറൈറ്റി ചെടികളും നമ്മുടെ നാട്ടിൽ വളരുന്നതും കിട്ടാവുന്നതുമായ എല്ലാ ചെടികളും ഇതിൻ്റെ അകത്തുനിന്ന് കൽക്കട്ട, പൂന, ബാംഗ്ലൂർ ഇവിടെ നിങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായ ഡിസ്പ്ലേ ആയിരിക്കും ഈ പ്രാവശ്യത്ത്. അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ നാട്ടിൽ എപ്പോഴും കാണുന്ന ഒരു ബോഗൻവില്ല ഉണ്ട്. ബോഗൻവില്ലേൻ്റെ ഒരു കളക്ഷൻ തന്നെയാണ്. 20 വെറൈറ്റി കളേഴ്സ് കൊണ്ടിരുന്നുണ്ട് ബോഗൻവില്ലേൻ്റെ. അതിൽ ഒരു ചെടിയിൽ തന്നെ 8 കളർ ഒന്നിച്ച് വരുന്ന, 5 കളർ ഒന്നിച്ച് വരുന്ന, അങ്ങനെ ഗ്രാഫ്റ്റ് എടുത്ത് പറയാവുന്ന ഒരു കളക്ഷൻ തന്നെയുണ്ട് അതിൻ്റെ. ഇതൊക്കെയാണ് ചെടികളെ പറ്റി പറയാനുള്ളത്. വളരെ ആകർഷകമായൊരു ഡിസ്പ്ലേ ആയിരിക്കും ഇപ്രാവശ്യത്ത്. അത്രയും വലിയ സ്ഥലത്ത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പുഷ്പോത്സവത്തിന് മാറ്റുകൂട്ടാൻ മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ കണ്ണാടിക്കുട്ടിൽ ഒരുക്കി അക്വാസ്പേക്കിംഗ് കൂടി സജ്ജമാക്കിയതായി രക്ഷാധികാരി UKB നമ്പ്യാരും പറഞ്ഞു. അമിത ലാഭം പ്രതീക്ഷിക്കാതെ കാർഷിക മേഖലയെയും നഴ്സറികളെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി പ്രവർത്തിക്കുന്നതെന്ന് മീഡിയ കമ്മിറ്റി കൺവീനർ EP വിജയൻ പറഞ്ഞു. ലാഭവിഹിതം എന്നും നാടിന്റെ നന്മക്കായാണ് സൊസൈറ്റി ഉപയോഗിക്കാറുള്ളത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്ന പ്രവൃത്തിയിലാണ് തങ്ങളെന്നും TP വിജയൻ. കളക്ടർ അരുൺ K വിജയനാണ് സൊസൈറ്റിയുടെ പ്രസിഡന്റ്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് കൃഷിമന്ത്രി P പ്രസാദാണ് പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്യുക. പുഷ്പോത്സവവുമായി ബന്ധപ്പെട്ട് വിവിധ മത്സരങ്ങളും നടന്നു. എല്ലാം കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടവയായിരുന്നു. 12 ദിവസവും വിവിധ കലാപരിപാടികളും സെമിനാറുകളും നടക്കും. കുട്ടികൾക്കായി അമ്യൂസ്മെന്റ് പാർക്കും ഒരുക്കിയിട്ടുണ്ട്. ഫുഡ് കോർട്ട് അടക്കം എല്ലാ സംവിധാനവും പുഷ്പോത്സവ നഗരിയിൽ ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് KC വത്സല, ജോയിന്റ് സെക്രട്ടറി C അബ്ദുൾ ജലീൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.